അപ്പോൾ നമ്മൾ ഇന്നിനി പഠിക്കാൻ പോകുന്നത് 123-ാമത്തെ പേജാണ്. HCG ഹോർമോൺ എന്ന് പറഞ്ഞ ഒരു ഹോർമോണിനെ കുറിച്ചാണ് ആദ്യമേ തന്നെ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഈ HCG ഹോർമോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അവയുടെ ഫുൾ ഫോം, അതായത് HCG എന്നുള്ളതിൻ്റെ അബ്രിവേഷൻ എന്താണെന്ന് ചോദിച്ചാൽ ഹ്യൂമൻ കൊറിയോണിക് ഗോണോഡ്രോപ്പിൻ എന്നാണ് അതിൻ്റെ പേര്. എന്താണ് HCG എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ കൊറിയോണിക് ഗോണോട്രോപ്പിൻ എന്നാണ് ആ ഹോർമോണിൻ്റെ പേര്. ഓക്കെ, ഇനി നമ്മൾ ഇതിലേക്ക് പോവുകയാണ്. ദ പ്ലാസെൻ്റൽ സെൽസ് പ്രൊഡ്യൂസ് എ ഹോർമോൺ കോൾഡ് ഹ്യൂമൻ കൊറിയോണിക് ഗോണോട്രോപ്പിൻ. അതായത് ഒരു സ്ത്രീ ഗർഭിണിയായി കഴിയുമ്പോൾ ആ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഒരു പ്ലാസൻ്റ രൂപപ്പെടുന്നു എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പം ആ പ്ലാസൻ്റ എന്താണ് ചെയ്യുന്നത്, പ്ലാസൻ്റ എന്താണെന്നുള്ള കാര്യം പ്രീവിയസ് ക്ലാസ്സസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾക്കറിയാം, അത് സംശയമുള്ളവർ അതിലേക്ക് റെഫർ ചെയ്യുക. അപ്പം ദ പ്ലാസൻ്റ സെൽസ് പ്രൊഡ്യൂസ് എ ഹോർമോൺ, അതായത് ഈ ഗർഭസ്ഥിനിയായിരിക്കുന്ന സ്ത്രീയുടെ ഉദരത്തിലുള്ള ആ പ്ലാസൻ്റ, ഗർഭസ്ഥ ശിശുവായിട്ട് ബന്ധമുള്ള ആ സാധനം എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസസ് എ ഹോർമോൺ. അതൊരു ഹോർമോണിനെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ആ ഹോർമോണിൻ്റെ പേരെന്താണ്, ഹ്യൂമൻ കൊറിയോണിക് ഗോണോഡ്രോപ്പിൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഈ ഹോർമോൺ എന്ത് ചെയ്യുന്നു, ഡ്യൂറിങ് ദ ഫസ്റ്റ് വീക്ക് ഓഫ് പ്രഗ്നൻസി, അതായത് ആ ഗർഭധാരണത്തിൻ്റെ ആദ്യ കാലത്ത് ദ ലെവൽ ഓഫ് ദിസ് ഹോർമോൺ ഇൻക്രീസ് റാപ്പിഡ്ലി ഇൻ ദ ബോഡി. അതായത് ഗർഭധാരണത്തിൻ്റെ ആദ്യ കാലങ്ങളിൽ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഈ ഹോർമോണിൻ്റെ അളവ് ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ശരീരത്തിലേക്ക് ഉയരുന്നു. റാപ്പിഡ്ലി, വളരെ പെട്ടെന്ന് ഉയർന്ന് എല്ലാ ഭാഗത്തും ഉണ്ടാകുന്നു. ദിസ് ഹോർമോൺ മെയിൻറ്റെയിൻസ് ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദ പ്രൊഡക്ഷൻ ഓഫ് ദ ഹോർമോൺസ് പോസ്ട്രോജൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുക, ഈ ഹോർമോൺ എന്താണ് ചെയ്യുന്നത്, ഏത് ഹ്യൂമൻ കൊറിയോണിക് ഗോണോഡോട്രോപ്പിൻ എന്ന് പറയുന്ന ആ ഹോർമോൺ എന്താണ് ചെയ്യുന്നത്, ദിസ് ഹോർമോൺ മെയിൻറ്റെയിൻസ് ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ്. അതായത് യൂട്രസിൻ്റെ ഉള്ളിലുള്ള ആ ലൈനിങ്, നമ്മൾ ഓൾറെഡി യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ്ങിൻ്റെ കാര്യം പഠിച്ചു കഴിഞ്ഞു. ഈ ഇന്നർ ലൈനിങ്ങിലേക്ക് വരുന്ന ആ എംബ്രിയോ അല്ലെങ്കിൽ ബ്ലാസ്റ്റ് ബോൾസ് അത് അതിലേക്ക് അറ്റാച്ച് ചെയ്ത് ഇംപ്ലിമെൻറ്റേഷൻ നടന്നതിന് ശേഷമാണ് എന്തായിത്തീരുന്നത്, അത് വളരുവാനായിട്ട് തുടങ്ങുന്നതെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ ഇന്നർ ലൈനിങ്ങിനെ എന്ത് ചെയ്യുന്നു, അത് കട്ടിയുള്ളതാക്കുന്നു. ഓക്കെ, രണ്ടാമതായിട്ട് അതെന്താ ചെയ്യുന്നത്, ആൻഡ് സ്റ്റിമുലേറ്റ് ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺ പ്രോസ്ട്രജൻ. അതായത് രണ്ടാമതായിട്ട് ഇത് ചെയ്യുന്ന പണി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ പ്രോസ്ട്രജൻ്റെ ഉൽപ്പാദനത്തെ കൂടുതലാക്കുന്നു. ഓക്കെ, ഇനി പോസ്ട്രജൻ്റെ പണി എന്താണെന്നുള്ള കാര്യം പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ പറയുന്നില്ല, ആ വീഡിയോ റെഫർ ചെയ്യുക. പ്രസൻസ് ഓഫ് ദ HCG ഇൻ ദ യൂറിൻ ഓർ ബ്ലഡ് ക്യാൻ കൺഫേം പ്രഗ്നൻസി. ഇപ്പോൾ നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് താട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു, അവർ പ്രഗ്നൻ്റ് ആണ് ഇതാണെന്ന് പറയുന്ന കിറ്റ് മേടിച്ചുകൊണ്ട് പോയിട്ട് നടത്തുന്നതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രഗ്നൻസി നടത്തുന്നതിന് വേണ്ടിയിട്ട് ഈ വസ്തു യൂറിനിലുണ്ടോ എന്നറിയാനായിട്ട് ഒരു പ്രഗ്നൻസി കിറ്റ് മേടിച്ചിട്ട്, ദിസ് കിറ്റ് ക്യാൻ ബി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചിട്ട് നമുക്കത് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാം. ദിസ് ടെസ്റ്റ് ക്യാൻ ബി ഡൺ ഈവൺ അറ്റ് ഹോം വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ പ്രഗ്നൻസി ടെസ്റ്റിംഗ് കിറ്റ്. അതായത് ഇത് ഉണ്ടോ ഇല്ലയോ, പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ അല്ലെങ്കിൽ ഗർഭിണിയാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ കിറ്റ് മേടിച്ചിട്ട് ആ കിറ്റിനകത്തുള്ള ഇത് മൂത്രത്തിനകത്ത് മുക്കി നോക്കിയിട്ടാണ് അവരത് കണ്ടുപിടിക്കുന്നത്, HCG ഹോർമോൺ. ഓക്കെ, ഇനി നമ്മൾ എന്താണ് നോക്കുന്നത്, ദ മദേഴ്സ് ബോഡി അണ്ടർഗോസ് മെനി ചേഞ്ചസ് ഫോർ ദ ഹെൽത്തി ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഫീച്ചേഴ്സ്. അതായത് അമ്മയുടെ ശരീരത്തിന് പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ആരോഗ്യപരമായിട്ടുള്ള വളർച്ച ഫീച്ചേഴ്സിന് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് ഉണ്ടാകുവാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദീസ് ചേഞ്ചസ് ആർ ഡ്യൂ ടു ദ ആക്ഷൻസ് ഓഫ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് പ്രഗ്നൻസി. ഇങ്ങനെ അമ്മയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീയുടെ ശരീരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാലാണ് ഈ മാറ്റങ്ങൾ വരുന്നത്. ഈ മാറ്റങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ ശരിയായിട്ടുള്ള വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യവുമാണ്. നോട്ട് ദ ചേഞ്ചസ് ദാറ്റ് ഒക്വർ ഇൻ ദ ബോഡി ഡ്യൂറിങ് ദ പ്രഗ്നൻസി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നോട്ട് ദ ചേഞ്ചസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, മാറ്റങ്ങൾ. ഓക്കെ, അതായത് ഈ ഗർഭാവസ്ഥയിൽ അമ്മയുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ താഴെ തന്നിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നൗ ചേഞ്ചസ് ദാറ്റ് ഒക്വർ ഇൻ ദ ബോഡി ഡ്യൂറിങ് ദ പ്രഗ്നൻസി. അതായത് നോട്ട്, അതായത് ശ്രദ്ധിക്കുക, ദ ചേഞ്ചസ് മാറ്റങ്ങൾ ദാറ്റ് ഒക്വർ ഇൻ ദ ബോഡി. ഇവിടെ ഒക്വർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത്, ഇൻ ദ ബോഡി എന്ന് വെച്ചാൽ ശരീരം, ആരുടെ ശരീരം, അമ്മയുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഡ്യൂറിങ് പ്രഗ്നൻസി, ഗർഭധാരണത്തിൻ്റെ സമയത്ത് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്.
വാട്ട് ആർ ദ അതർ ചേഞ്ചസ് ദാറ്റ് ഒക്കുവർ. ഇവിടെ കുറച്ച് ചേഞ്ചുകൾ തന്നിട്ടുണ്ട്. ഇനി വേറെ ഏതെല്ലാം ചേഞ്ചുകളും കൂടിയാണ് അവിടെ സംഭവിക്കുന്നതെന്ന് നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒരു 5-6 മാറ്റങ്ങൾ പറയുകയാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ ആ സ്ത്രീക്ക് ബോഡിക്ക് വെയിറ്റ് കൂടുന്നു, അല്ലെങ്കിൽ ശരീരഭാരം കൂടുന്നു. കാരണം ഒന്നാമത്തെ കാരണം എന്താണെന്ന്, കുഞ്ഞുള്ളിൽ വളരുമ്പോൾ കുഞ്ഞിൻ്റെ ശരീരഭാരം കൂടി വരികയാണ് ചെയ്യുന്നത്. ദ തിക്നെസ് ഓഫ് ദ ഇന്നർ ലൈനിങ് ഓഫ് ദ യൂട്രസ് ഇൻക്രീസ്. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, യൂട്രസ് അല്ലെങ്കിൽ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിലുണ്ടാവുന്ന ആ ആഭരണത്തിൻ്റെ കട്ടി കൂടി വരുന്നു. കാരണം കുഞ്ഞ് വരുമ്പോൾ അതിൻ്റെ കട്ടി കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അത് പൊട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞിന് അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നങ്ങളായി തീരും. അതുകൊണ്ട് അത് ഇല്ലാതെയാവുന്നു. മൂന്നാമതായിട്ട് മെൻസ്ട്രേഷൻ സ്റ്റോപ്സ് ടെമ്പറലി. നമുക്ക് ഓൾറെഡി അറിയാം മെൻസ്ട്രേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ പീരിയഡ്സ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഫെർട്ടിലൈസേഷൻ നടക്കാത്തത് കൊണ്ടാണ്. ഇവിടെ ഫെർട്ടിലൈസേഷൻ നടന്ന് ഒരു കുഞ്ഞ് അവിടെ ഉള്ളിൽ വളരുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതായത് ഒരു ഗർഭിണിയായ സ്ത്രീക്ക് മെൻസ്ട്രേഷൻ ഉണ്ടാവില്ല. ബ്രസ്റ്റ് മേ ബിക്കം ലാർജർ, മോർ ടെൻഡർ ആൻഡ് നിപ്പിൾസ് മേ സ്റ്റിക്ക് ഔട്ട് മോർ. അതായത് എന്താണ് സംഭവിക്കുന്നത്, ആ സ്ത്രീയുടെ മാറിടങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, വലുതായി തീരുന്നു. അതുപോലെ തന്നെ വളരെ ടെൻഡറായിട്ട് അല്ലെങ്കിൽ സ്മൂത്ത് ഉള്ളതായി തീരുന്നു. അതുപോലെ നിപ്പിൾസ്, മുലക്കണ്ണുകൾ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് തള്ളി വരുന്നു. കാരണം എന്താണ്, കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ ആ കുഞ്ഞിന് മുല കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുലകളും മാറിടങ്ങൾ വലുതായി വരികയും അതുപോലെ തന്നെ അപ്പോൾ വളരെ സോഫ്റ്റായി വരികയും അതുപോലെ തന്നെ മുലക്കണ്ണുകൾ പുറത്തേക്ക് തള്ളി വരികയും ചെയ്യുന്നത് കുഞ്ഞിന് പാല് കുടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്താണ് സംഭവിക്കുന്നത്, പ്രഗ്നൻറ്റ് വൺ മേ നീഡ് യൂറിനേറ്റ് മോർ ഓഫൺ. അതുപോലെ തന്നെ പ്രഗ്നൻറ്റ് സ്ത്രീ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് മൂത്രം ഒഴിക്കാനുള്ള ഒരു പ്രവണത കൂടിയിരിക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചുകൾ കൊണ്ടാണ്. പ്രഗ്നൻറ്റ് വൺ മേ എക്സ്പീരിയൻസ് ache and pain in their back, abdomen regions and thighs. അതായത് ഈ പെൺകുട്ടികൾക്ക് എന്ത് പറ്റും, അവരുടെ പുറംവേദനയും നാടുവേദനയും കാലുവേദനയും എങ്ങനെയൊക്കെയുള്ള വേദനകളൊക്കെ ഉണ്ടാവും. അത് ഈ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളാണ്. പ്രഗ്നൻറ്റ് വൺ മേ എക്സ്പീരിയൻസ് സ്വെല്ലിംഗ് ഇൻ യുവർ ആങ്കിൾസ്, ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. അതായത് ഈ സ്ത്രീകൾ, ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകളുടെ കാലുകളും കൈമുട്ടുകളും കാൽമുട്ടുകൾക്കും ഒക്കെ വേദന ഉണ്ടാകും. അതുപോലെ തന്നെ അവിടെ നീരും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്, പ്രഗ്നൻറ്റ് വൺ മേ എക്സ്പീരിയൻസ് ഫുഡ് ക്രൈവിങ് ഫോർ ഓർ അവേർഷൻസ്. ഈ പെൺകുട്ടികൾക്ക് നമ്മൾ നാട്ടിൽ പറയും വാക്കൂൾ എന്നൊക്കെ പറയും, വ്യാക്കൂൾ എന്നൊക്കെ പറയും. എന്താ പറയുന്നത്, ഈ പെണ്ണുങ്ങൾക്ക് ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് ഭയങ്കരമായിട്ട് കഴിക്കുവാനുള്ള ആഗ്രഹം തോന്നും. അതുകൊണ്ടാണ് ഈ പുളിയൊക്കെയുള്ള സാധനങ്ങൾ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ പെണ്ണുങ്ങൾ സിനിമയിലൊക്കെ കാണാൻ പോയി അച്ചാറിട്ടിന് പൊട്ടിക്കണമെന്നൊക്കെ കാണുന്നില്ലേ. അതായത് ചില ഭക്ഷണ പദാർത്ഥങ്ങളോട് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചില പദാർത്ഥങ്ങളോട് അവർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല. അവിടെ ചിലതിൻ്റെ മണം അടിക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഛർദ്ദിക്കും, ചില പദാർത്ഥങ്ങളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഓക്കെ, എലോങ് വിത്ത് ദിസ് മൂഡ് സ്വിങ്ങിങ്, ഇതിൻ്റെയൊക്കെ കൂടെ എന്ത് ചെയ്യുന്നു, ചില സമയത്ത് അവർക്ക് ഈ മൂഡ് സ്വിങ്ങിങ് എന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മൂഡ് സ്വിങ്ങിങ് എന്ന്, ഇല്ലേ? നിങ്ങൾ മൂഡ് സ്വിങ്ങിങ് എന്ന് കേട്ടിട്ടുള്ള, ഇതോടെ തന്നെ മാനസിക വ്യതിയാനങ്ങൾ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഇപ്പം ഇരിക്കുമ്പോൾ ചിലപ്പോൾ വളരെ സന്തോഷത്തിലായിട്ടിരിക്കും, പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അവർ വളരെ ദേഷ്യപ്പെടുന്നത് പോലെ കാണാം. എമോഷണൽ ഇൻസ്റ്റെബിലിറ്റി അവർക്ക് ഉണ്ടായിരിക്കും. അതായത് വൈകാരിക അസന്തുലിതാവസ്ഥ. അതായത് അവർ ഏത് രീതിയിലായിരിക്കും ഇരിക്കണമെന്ന് അറിയില്ല. കാരണം ഇപ്പോൾ ഉള്ള രീതിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ മാറി വരാൻ സാധ്യതയുണ്ട്. പിന്നെ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, ആൻസൈറ്റി, അതായത് ഉത്കണ്ഠ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേ ഓൾസോ ഒക്കോ ഡ്യൂറിങ് ദിസ് ടൈം. ഈ സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുവാനായിട്ട് സാധ്യതയുണ്ട്. മോസ്റ്റ് ഓഫ് ദിസ് ചേഞ്ചസ് ആർ റിവൈസബിൾ ആഫ്റ്റർ പർച്യുറേഷൻ. അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ഗർഭധാരണം കഴിഞ്ഞ് ആ സ്ത്രീ പ്രസവിച്ച് കഴിയുമ്പോൾ അവൾക്ക് എന്ത് സംഭവിക്കും, അതിന് ഒരു മാറ്റം വരുവാനായിട്ട് മാറ്റം വന്ന് സാധാരണ നിലയിലേക്ക് ആ സ്ത്രീ തിരിച്ചു വരുവാനായിട്ട് സാധ്യതയുണ്ട്. ഇനി ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് അമ്മ മനസ്സ് എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ്. കൗൺസിലിംഗ് സർവീസ് ടു റിസോൾവ് മെൻ്റൽ കോൺഫ്ലിക്റ്റ് അസോസിയേറ്റഡ് വിത്ത് പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ബർത്ത്. അതായത് അമ്മ മനസ്സ് എന്ന് പറഞ്ഞ ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റിയിലേക്ക് നമ്മളൊരു ഫോൺ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെന്ത് ചെയ്യും, അതിന് അനിവാര്യമായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നു, ഈ ഗർഭകാലം, പ്രസവം എന്നിവയോടനുബന്ധിച്ചുണ്ടാകുന്ന മാനസിക സംഘടനകൾക്ക് പരിഹാരം നൽകുന്ന കൗൺസിലിംഗ് സേവനമാണത്. അവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് നമുക്ക് കൗൺസിലിംഗ്, ഈ ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് എങ്ങനെയാണ് ഇതിനെ തരണം ചെയ്യേണ്ട ബുദ്ധിമുട്ടുകളെ എന്ന് ക്ലാസ് കൊടുക്കുന്നതായിരിക്കും. ഈ അമ്മ മനസ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ദിശ എന്നാണ്. അതായത് ഏത് ദിശയിലേക്കാണ്, എങ്ങനെയാണ് അവർ പോകേണ്ടതെന്ന് പറയുന്നതാണ്. അതിൻ്റെ നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 1056 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. അവിടെ നിന്ന് അവർ ശരിയായ രീതിയിലുള്ള ഡയറക്ഷൻസ് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകൾക്ക് നൽകുന്നതാണ്. ഇതിന് പേര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ദിശ എന്ന് പറയുന്ന ഈ സേവനം ചെയ്യുന്ന ഈ അസോസിയേഷൻ ഏതിൻ്റെയാണ്, ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് ആൻഡ് അവയർനെസ്. അതായത്
ഈ ഡയറക്റ്റായിട്ട് അവർ ഹെൽത്തിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് തുടങ്ങിയിരിക്കുന്ന ഒരു സംഘടനയാണ്. അവിടേക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ ഗൈഡ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഗർഭിണികൾക്കും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കും. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത പാഠഭാഗത്തേക്ക് പോകുന്നതാണ്.